വിളയാട്ടം വേറെ ഒന്നും പറയാനില്ല. AK ഷോ അതിന്റെ പടം തുടക്കം മുതൽ അവസാനം വരെ തല എത്രയോ കാലത്തിന് ശേഷം തിരിച്ചു വന്നൊരു ലെവലുണ്ട്. ആ ഒരു റേഞ്ചാണ് വേതാളത്തിന് ശേഷം തുടക്കം മുതൽ അവസാനം വരെ എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് അത് കിട്ടി. ആ ഒരു ലെവലുണ്ട്. മൊത്തത്തിൽ നോക്കിയടിക്കും. കാരണം നോക്കാനൊന്നുമില്ല, വേറെ ലെവലാണ്. പോയി സമൂഹത്തിൽ കുറഞ്ഞു പോകും. ആ ലെവലിൽ അമ്പാതിരി ലെവലിൽ തൊട്ട് എല്ലാ പടത്തിലും എലമെന്റ്സും ഉണ്ട്. ആ ലെവലാണ് ചെയ്തിരിക്കണം. നല്ല ഭയങ്കര ലെവല്. ആ കീഴിൽ അർജു അശോകന്റെ ഒക്കെ ആയിരിക്കും കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ തന്നെ മോശമായിട്ട് തോന്നുന്നത്. പക്ഷേ അർജു അശോക് എല്ലായിട്ടുള്ള അർജുൻ ദാസിന്റെ വേറെ ലെവല്. ബാക്കി എല്ലാം ഒരു രക്ഷയില്ല. തല എത്തിയാണ്, വേറെ നോക്കാനില്ല. തല പേടിച്ചിട്ട് ആഘോഷരാവും. നല്ല പടം, നല്ല പടം. സംഭവം തന്നെ തമിഴ്നാട്ടിൽ എന്തായാലും തിയേറ്റർ ഹൗസ്ഫുൾ ആവുന്ന ഉറപ്പാണ്. എന്നുവെച്ചാൽ തല അങ്ങനെ രീതിയിൽ സംഭവം തന്നെയാണ്. പടം എന്തായാലും ഗംഭീര റിപ്പോർട്ടായിരിക്കും. സൂപ്പർ പടം. തല വച്ച് ചെയ്ത് എങ്ങനെയുണ്ട്? ചങ്ക് 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 സൂപ്പർ. விஜய் ஃபேன் சூப்பர் பயங்கரமா இருக்கு படம். இனி அங்க போய் அடுத்த ஷோ பார்க்க போறோம். ஓகே சூப்பர் சூப்பர் எப்படி மாஸ் மாஸ் ஓகே வெரி வெரி குட் எப்படி பயங்கரமா இருக்கு அடா ஏகேட ஷோ எப்படி இருக்கு? சூப்பரா இருக்கு. அஜிത്തിന്റെ തിരിച്ചുവരവ് ஏகே சம்பவம் ஏகே சம்பவம் னோட சம்பவம் ஏகே சம்ம அண்ணா எப்படி இருக்கு படம்? படம் சூப்பரா இருக்குங்க. அஜித் எப்படி இருக்கு? அதுக்கு மாசா எடுத்துருக்காரு. ஓகே ஏகே என்ன ഉള്ള റെഫറൻസ് ആണ് മാർക്കറ്റിലെ ലൈവ് ആണ്. ഓക്കെ എല്ലാവരും കണ്ടു. ഫസ്റ്റ് വാച്ചാണ് ഇപ്പൊ കാണണം. എനിക്ക് കാണാൻ തോന്നുന്നു. അങ്ങനെ വലിയ നെഗറ്റീവ് വിഷയമുടാ തലയൊരു അരിഞ്ഞാണ് വർഷങ്ങൾ PH ഇങ്ങനെ കാണാൻ പറ്റും. സന്തോഷം പുതിട്ടുള്ള ഇനിയും കാണാം. റിപ്പീറ്റ് കഴിഞ്ഞ് അടിപൊളി BGM പോലെ സിനിമ തല വന്ന് തകർക്കും. കത്തിച്ചിട്ട് എങ്ങനെയുണ്ട് അജിത്ത്? എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അജിത്തിന്റെ വേറെ ലെവല് പടം. എങ്ങനെയുണ്ട് ബ്രോ? തല തിരുമ്പി വന്നിട്ട് എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പടം? തല എങ്ങനെയുണ്ട്? തല എങ്ങനെയുണ്ട്? തിരിച്ചു വരണം. ഓക്കെ പടം സൂപ്പർ പടം. ആദ്യം ഒരു അവസരം വരെ തലയുടെ വിളയാട്ടം എന്ന് വേണം പറയാം. സൂപ്പർ പടം. സൗണ്ട് വരാം വിളിച്ച് അമ്മാതിരി ഷോ ആയിരുന്നു. വെടിക്കെട്ടാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല ഇന്റർനാഷണൽ ഡോണുകളൊക്കെ അകത്തുണ്ട് കേട്ടാ. ജോൺ വിക്ക് നമ്മളെ ഡോണിലെ അണ്ണനൊക്കെ അകത്തുണ്ട് കേട്ടോ. അടിപൊളി സിനിമ നോക്കണം. നല്ല ക്യാമിയൊക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ഡോണുകളൊക്കെ ഉണ്ട്. പറഞ്ഞാൽ ഇനി ട്വിസ്റ്റ് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട്? തല നെട്ടിച്ചോ? തല ഞെട്ടിച്ച മങ്കാതയ്ക്ക് ശേഷം പവർഫുൾ 2 മണിക്കൂർ ഫുള്ളും പിന്നെ നല്ല ഷോ തന്നെയാണ്. നെഗറ്റീവ് ഇല്ല, ഫുള്ള് പോസിറ്റീവാണ്. ഞെട്ടിക്കാനുള്ള സംഭവം ഉണ്ടോ? ഒരു ട്രീറ്റ് ആയിരിക്കും. അതിലും പഴയ പടത്തിന്റെ റെഫറൻസ്, പിന്നെ പഴയ പാട്ടുകൾ, അങ്ങനെയൊക്കെ നമ്മൾ ആ ഡയറക്ടറിന്റെ നേരത്തെ പടത്തെ സ്റ്റൈലില്ല പഴയ പാട്ടിനെയൊക്കെ അങ്ങനെയൊക്കെ എങ്ങനെ ഞെട്ടിക്കാനുള്ളതുണ്ടോ പടത്തിൽ? AK എങ്ങനെയുണ്ട്? AK എങ്ങനെയുണ്ട്? പടം എവിടെ ഇருக்கு? എങ്ങനെയുണ്ട് പടം? ആസ് എ അജിത് ഫാൻ അതും കൂടെ എടുത്ത് പറയണം. കാരണം അജിത് ഫാൻസിന് ഒരു ട്രീറ്റ് ആണ്. ഭയങ്കര സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒന്നുമില്ല. ഒരു ഒറിജിനൽ ഗാങ്സ്റ്ററിന്റെ കഥയെ ഉള്ളി നേരത്തെ ചെയ്തിട്ടുള്ള ഗാങ്സ്റ്റർ വേഷമുണ്ട്. ബില്ലായാലും ഡീനായാലും അതിനെയൊക്കെ റെഫറൻസ് എടുത്തിട്ട് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അജിത്തിന്റെ ലുക്ക്, സ്വാഗ്, ഓറോ അത് സൂപ്പറായിട്ട് അദ്വിക്ക് സിനിമയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അജിത്താണ്, ഔട്ട് ആൻഡ് ഔട്ട് അജിത്താണ്. വേറെ ആരെയും എനിക്ക് എടുത്ത് പറയാൻ തോന്നില്ല. കാരണം നമ്മൾ സിനിമ ഫുൾ കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ അവസാനം കുറേ പടങ്ങളിൽ മിസ്സായ അജിത്തുണ്ട്. ഈവൻ അജിത്തിന്റെ തന്നെ വേതാളത്തിലെ സോങ് ഉൾപ്പെടെ ഈ സിനിമ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പക്ക മാഷപ്പ്, ഒരു മാസ് മൂവി, ഫാൻ ട്രിബ്യൂട്ടാണ്. അത് അദ്വിക്ക് 100% വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ പടം തമിഴ്നാട്ടിൽ പോയിരുന്ന് കാണണമെന്ന് ഇപ്പോൾ തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത്ര അവരെ പിടിച്ച് കുലുക്കാനുള്ള സാധനങ്ങൾ മൊത്തം കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ മിനിറ്റിന് വെച്ച് പഴയ പടങ്ങളുടെ റെഫറൻസ്, പഴയ സിനിമയിൽ അയാളുടെ തന്നെ പഴയ സിനിമയിലെ ഡയലോഗ് അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കിടിലെന്ന് പറഞ്ഞാൽ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് പോർഷനുണ്ട്. അതിൽ നമ്മൾ ആരും സ്വപ്നം കാണാത്ത ചില സംഭവങ്ങളെ ക്യാമിയോ ആയിട്ട് സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ചിലർ ട്രോൾ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മേക്ക് ബിലീഫ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റാത്ത സ്വപ്നങ്ങൾ സ്ക്രീനിൽ കാണാനാണ്.
അങ്ങനെ കുറച്ച് ക്യാമിയോസിന് അദ്വിക്ക് കൊണ്ട് നാരായണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ റെട്രോ സോങ്, പഴയ തമിഴ് സിനിമയിലെ പാട്ട് കിട്ടില്ലാനായിട്ട് നമ്മൾ ട്രെയിലറിൽ ഒരു സാധനം കണ്ടു, അതല്ലാതെ വേറെ 2-3 പാട്ട് അദ്വിക്ക് എക്സ്ട്രാ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിനിമയിൽ. അതൊക്കെ നല്ല രസമായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് അജിത്തിൻ്റെ ലുക്ക്, മാസ്, സ്വാഗ്, അയാളെ ഡയലോഗ് അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ മാത്രം നന്നായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ അയാളെ ക്യാരക്ടർ വില്ലൻ വേഷമൊക്കെ ഇതിലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അയാളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള റോൾസ് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ പറയാം വൺസ് ദെയർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ പുള്ളിയിലെ പഴയകാല പടങ്ങളുടെ റെഫറൻസിന് ഈ ഒരു ക്യാരക്ടറിലോട്ട് ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തറവലി എൻജോയ്. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഭയങ്കര സ്റ്റോറിയോ സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ ലോജിക്കോ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഔട്ട് ആൻഡ് ഔട്ട് 2.25 മണിക്കൂർ അജിത് ഷോ, അതാണ് പറയുന്നത്.